ചത്തതിൻ്റെ കൂടുതൽ 5 ആന ഉണ്ടായിരുന്നു. അതിൽ ഒരാന ഇപ്പോൾ ചത്ത്, ബാക്കി 4 ആന അവിടെ അവർ പായിച്ച് അവിടെ അടുത്ത് നിൽക്കുമ്പോൾ പടക്കം വേണ്ടി മേലെ കയറ്റിയിരിക്കാം. ഇപ്പോൾ സന്ധ്യ ആകുമ്പോൾ അവന് ഇപ്പോൾ ഇറങ്ങിക്കണം അവൻ അതിൽ. അവിടെ വണ്ടി വാഹനം ആയതുകൊണ്ട് ആനയും കൂടെ വരികയില്ല. ആ വാഹനം പറമ്പ് ആന ഇറങ്ങി ഇവിടെ. അതിന് മുമ്പ് ഒരു ആന ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും തൊട്ടടുത്ത ആന ഇപ്പോൾ ഉണ്ട്. സ്ഥിതി ആന ഭയങ്കര ശല്യമാണ് എല്ലാ ദിവസങ്ങളും. ഇപ്പോൾ അടുപ്പിച്ച് തന്നെ ഒരാഴ്ച അടുപ്പിച്ചാണ് വരെ. ഇപ്പം എന്തോ വയ്യായികയുണ്ട് ഇത്. അതിന് അല്ലെങ്കിൽ ഞാൻ 2 പടക്കം പൊട്ടിച്ച് ഇത് ഓടാൻ വേണ്ടി നോക്കുമ്പോ ഓടിയിട്ടില്ല. നമുക്ക് എപ്പോഴും ആന തന്നെ. നമുക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആടെ അങ്ങണ്ടല്ലേ ആ വേലീൻ്റെ അടുത്ത് നിന്ന് ലൈറ്റ് അടിച്ച് പടക്കം പൊട്ടിച്ച് ഇതിനെ ഓടിക്കും. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും അത് എപ്പം പണിയാ. ഒരു 7 മണിയായപ്പോ ജീവനോടെ ഉണ്ട്. ജീവനോട് ഉണ്ടല്ലേ. ഒരു 9 മണിയായപ്പോഴാണ് ജീവൻ പോയത്. അതുവരെ ഉണ്ടായിരുന്നു. എല്ലാം കൊമ്പ. അത് 1-2 പിടിയാനേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊമ്പനാ. കൊമ്പനൊക്കെ മാറി ഒളിച്ചിങ്ങനെ നിൽക്കുക. 1-2 ആന ഇങ്ങനെ കാട്ടിന ഈ കാട്ടിനകത്ത് കയറിയിട്ടുള്ളൂ. മിനിഞ്ഞാന്ന് കയറിയതാ. ഇപ്പൊ ആൾക്കാർ പണിയെടുക്കുമ്പോ അവർക്കും ബുദ്ധിമുട്ട്, അവർക്കും ബുദ്ധിമുട്ടാ. അപ്പൊ അവര് ഇന്നലെ ഈ സമയമാകുമ്പോ ആന ഇവിടെ വന്നായിരുന്നു. ഇവിടെ ഈ മരം നിൽക്കുന്ന ഇതിന്റെ ചോട്ടില്. എന്നിട്ട് ഈ പണിക്കാരൊക്കെ ഓടിച്ചെന്ന് ഇവിടെ കണ്ടു ഒച്ചയപ്പോ എന്നെ കരുപ്പി ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടി വന്നു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലാണ്. ആറളം ഫാം ബ്ലോക്ക് 10-ലാണുള്ളത്. ആറളം ഫാമിനെ കുറിച്ച് നമ്മൾ ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നിരന്തരമായിട്ട് കാട്ടാനശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണ്. നമ്മൾ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ആറളം ഫാമിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓപ്പറേഷൻ ഗജമുക്തി എന്ന് പറഞ്ഞ് കാട്ടാനകളെ തുരത്തുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. നിരവധി കാട്ടാനകളെ ഇവിടുന്ന് കയറ്റി വിട്ടു. ഏകദേശം ഇന്നലത്തെ ദിവസം മാത്രം ഒരു 9 കാട്ടാനകളെയൊക്കെ കയറ്റി വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ ആ ഒരു ഗജമുക്തി പരിപാടി ഇവിടെ തുടരുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മറ്റൊരു വിഷയമാണ്. അതായത് ബ്ലോക്ക് 10 കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കോട്ടപ്പാറ പ്രദേശത്ത് വന്നിരുന്നു. കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കാട്ടാന ചെരിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിടിയാനയാണ് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതും ആ കാട്ടാന ചെരിഞ്ഞ പ്രദേശത്തേക്കാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ആറളം ഫാമിലെ ബ്ലോക്ക് 10 കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശം. ആനമതിലിൻ്റെ പണി നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഈ കല്ലൊക്കെ വെച്ച് ഇനി ഫുള്ള് ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ക്ലിയർ ആകും. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ആന ഇറങ്ങിയായിരുന്നു. ആ ആന ഇറങ്ങിയ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ. അയ്യോ எப்படா போனது? മുരട്ടയാണ് ചേട്ടാ, ചന്തത്തൊക്കെയല്ലേ. ഓടിയാണോ ഓടിയാണോ?
കണ്ടല്ലോ, ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയായിട്ടാണ്. ഏതായാലും ഇവിടുന്ന് മുന്നോട്ട് ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും ആളുകൾ താമസിക്കുന്നുണ്ട്. ഏതായാലും ഈ ഭാഗത്ത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകണം. അങ്ങോട്ട് ആണ് ഈ ആന ചെരിഞ്ഞ് കിടക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ കോട്ടപ്പാറ അങ്ങ് ഏറ്റവും ഉള്ളിലേക്കുള്ള പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് അധികം വീടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കാട് പിടിച്ച് കിടക്കുന്നൊരു പ്രദേശമാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാട്ടത്. നമ്പറോട്ടെ പേടിച്ച് ഞാൻ വിട്ടോ. നിങ്ങൾ ഓഫാക്ക് എന്തിനാ അതിൻ്റെ എണ്ണ കൊടുക്കുന്നത്? രണ്ടു മടക്ക് മതിയോ? പോരാ. ഒന്നുകൂടിയിട്ട് കെട്ടാൻ ബുദ്ധിമുട്ടേ. നല്ല ആനയുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് അങ്ങോട്ട് വഴി കളിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇതെല്ലാം ആർളം ഫാമിൻ്റെ പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പക്ഷേ ഇതൊക്കെ ഒരു ഫോറസ്റ്റ് പോലെ ആയി കേട്ടോ. ഇവിടെ നിന്ന് ജനവാസം ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെയൊക്കെ ആന കടന്നു വരുന്ന പ്രദേശമാണ്. ഇതിലാണ് ഇങ്ങോട്ട് ആന കടന്നു പോയിരിക്കുന്നത്. ആനയുടെ മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. ഞാൻ അവരോട് ചോദിച്ചു, കുത്തുകൂടി ചത്തതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് കറക്റ്റ് കാരണം എന്നുള്ളത് നമുക്കിനി അറിയാനായിട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സോമൻ. ഇത് കോട്ടപ്പാറ ബ്ലോക്ക് 10 അല്ലേ? ബ്ലോക്ക് 10. ഇന്ന് രാവിലെ ഇത് ആരാ ശരിക്കും ആദ്യം കണ്ടത്? ഞങ്ങൾ ചേട്ടൻ തന്നെയാ? അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചേട്ടൻ വരാറുണ്ടോ? ചേട്ടൻ്റെ വീട് എവിടെയാ? ഇത് വീട് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ അല്ലേ? തൊട്ടടുത്ത് തന്നെ. ഓഹോ, എങ്ങനെയാ ഇത് കണ്ടേ? ഇത് രാവിലെ ഞങ്ങൾ തോട്ടിലേക്ക് വന്നാ, വെള്ളം എടുക്കാൻ വേണ്ടി വന്നാ. തോട്ടിന്ന് വെള്ളം എടുക്കുന്നത്. കക്ഷി ഇത് അവിടെ നിൽക്കുന്നുണ്ട്. ആന അവിടെ നിപ്പുണ്ട്. രാവിലെ എത്ര മണിയായപ്പോ? ഒരു 7 മണിയായപ്പോ. 7 മണിയായപ്പോ ജീവനോടെ ഉണ്ട്? ജീവനോട് ഉണ്ടല്ലേ. ഒരു 9 മണിയായപ്പോഴാണ് ജീവൻ പോയത്. അതുവരെ ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് പേരും പറഞ്ഞ് അവരൊക്കെ അന്നേരം തന്നെ എത്തി. ഇവിടെ കുറെ നേരം ഇവിടെ ഉണ്ടായിരുന്നു. ജീവൻ പോയി കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടുന്ന് മാറിപ്പോയത്. ആണല്ലേ? അപ്പൊ ആ 7 മണി നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ പിന്നെ അതിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു? കുറെ നേരം നിൽക്കുന്നു. എന്താ അനങ്ങാതെ നിൽക്കുമായിരുന്നു? അന്നേരം ഈ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഏത് 7 മണിക്കോ? 7 മണി അല്ല, അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞതാ. ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചപ്പോ അതിങ്ങോട്ട് തിരിഞ്ഞതാ. അപ്പൊ അതിനെന്തോ കാലിനെന്തോ വയ്യായികയുണ്ട്. ഇത് അതിന് അല്ലെങ്കിൽ ഞാൻ 2 പടക്കം പൊട്ടിച്ച് ഇത് ഓടാൻ വേണ്ടി നോക്കുമ്പോ ഓടിയിട്ടില്ല. ഓടുന്നില്ല. ഇത് ഒറ്റ നിപ്പോ. എന്നിട്ട് അവിടെ ഒന്ന് കറങ്ങിയതാണ്.
അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് ഒരു ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് ഈ കാലിന് എന്തോ ഒരു സ്വാധീന കുറവ് പോലെ. പുള്ളി എന്നിട്ടൊന്നും വല്ലതും ഇരുന്ന അവിടെ. എന്നിട്ട് പിന്നെ രണ്ടാമത് നേറ്റ് റെഡിയായിട്ട് അവിടെ ഒറ്റ നിപ്പാ. പിന്നെ അന്നേരത്തിന് പുറത്തുകാർ വന്നു. അപ്പോഴത്തേക്ക് എത്ര മണിയായി? ഒരു 8-8:30 ആയിട്ടുണ്ടാവും അവർ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അതിന് ജീവൻ പോയി. നിങ്ങൾ ഫോറസ്റ്റുകാർ വന്നപ്പോഴത്തേക്ക് കിടന്നോ സാധനം? കിടന്നു അല്ലേ? ഫോറസ്റ്റുകാർക്ക് കിടക്കുന്നല്ലേ? കിടക്കുവാണോ നേരെ വീഴുവാണോ? ഇതേ വീണതല്ലേ? കാല് വയ്യ, അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ലേ. അതെ 2-3 ദിവസമായി ആനയെ ഓടിച്ചിട്ടേ. ഇത് ദാഹം വെള്ളമൊന്നുമില്ലല്ലേ, കുടിക്കാൻ വെള്ളം. പിന്നെ അവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് ഏടിയും വെള്ളമില്ല. പിന്നെ വരണമെങ്കിൽ ഈ കാട്ടിൽ കയറും, അപ്പുറം പോകണം വെള്ളം കുടിക്കാൻ. ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ദിവസവും ആന? നമുക്ക് എപ്പോഴും ആന തന്നെയാണ്. നമുക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആടെ അങ്ങണ്ടല്ലേ ആ വേലീൻ്റെ അടുത്ത് നിന്ന് ലൈറ്റ് അടിച്ച് പടക്കം പൊട്ടിച്ച് ഇതിനെ ഓടിക്കും. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും അത് എപ്പം പണിയാണ്. നിങ്ങളുടെ വീട് ഇവിടെ തന്നെയാണോ? അല്ല, ഈ വീടും ആ വീടും 2 വീടേ ഉള്ളൂ ഈ ഭാഗത്ത്. ഇങ്ങനെ ബാക്കി എല്ലാവരും പോയി? ഇല്ല, ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡാണ്. ഈ റോഡ് നേരെ എങ്ങോട്ടാ പോകുന്നത്? ഈ റോഡ് അങ്ങനെ കോട്ടപ്പാറ നമ്മളെ 13ലേക്ക് പോകുന്ന വഴിയല്ലേ, ആ സൈഡ് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ആനമതിലും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. മതിൽ പണി തീർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നന്നായിട്ട് തന്നെയാണ് പണിയുന്നത്? നന്നായിട്ട് നല്ല പണി തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലേ? ഇവിടെ ഒന്നും പൊളിച്ചിട്ടില്ലല്ലോ? ഇല്ല, ഇവിടെ ഇക്കൊല്ലം ഇവിടെ ഒന്നും ആവൂല, അടുത്ത വർഷമാവും. കാരണം ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കയറ്റാം. ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്? കയറ്റമുണ്ട്. പിന്നെ റെയിൽ കമ്പി കൊണ്ട് അവിടെ കുറെ ഇറക്കിയിട്ടുണ്ടല്ലോ. സാഹസികമായ ജീവിതം അല്ലേ? പിള്ളേരൊക്കെ ഉണ്ടോ വീട്ടില്? ഇല്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒരാള് 13-ലുണ്ട്. മക്കളൊക്കെ ഇവിടുന്ന് പേടിച്ച് പോയി കാണൂല? ഇല്ല, അവള് 13-ല് കെട്ടിച്ച. അങ്ങനെ പല സ്ഥലത്തും ചിലപ്പോൾ കേൾക്കാറുണ്ട്, പോയതല്ല. പിന്നെ ഒന്ന് കോഴിക്കോടാണുള്ളത് അല്ലേ. അവള് 2ാമത്തെ മകള്. അവളെ ഇപ്പൊ എറണാകുളത്തുള്ളത്. ഇതിപ്പോ പിടിയാനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല, അത്ര വലിയ ആനയൊന്നുമല്ല, ചെറിയ ആനയാണ്. ഏതായാലും ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും കാര്യങ്ങളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത്രയും നമുക്ക് വിഷ്വൽസിൽ പകർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ സംസാരിച്ച ചേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് ഇതാണ്. ഇതുണ്ടോ, ഫുള്ള് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടാണുള്ളത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നിരന്തരം കാട്ടാന ശല്യം ഉള്ളൊരു പ്രദേശം കൂടിയാണ്. ഇവരാണ് ലാസ്റ്റ് വീട്. ഇവിടെ 2 വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് പഴയ ആനമതിൽ എന്ന് പറയുന്നത്. പല ആളുകളും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു, പഴയ ആനമതിൽ ഏതാണ് എന്നുള്ളത്. ഇതാണ് പഴയ ആനമതിൽ. നമുക്കിവിടെയൊക്കെ കാണാം. ഇതൊക്കെ പല സ്ഥലത്തും ഇതിങ്ങനെ പൊളിഞ്ഞാണ് നടക്കുന്നത്. ഇവിടെ ഇത്രയും ഭാഗമൊക്കെ ഉള്ളൂ. ഇത് ഈ കാണുന്നതൊക്കെ പഴയ ആനമതിൽ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ആനമതിലിൻ്റെ പണി ഏകദേശം ആ ഒരു ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് പൊളിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് മൊത്തം പൊളിക്കും കേട്ടോ. ഇത് മൊത്തം പൊളിച്ച് പുതിയ ആനമതിൽ പണിയും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വഴിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരവ് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ പ്രദേശത്ത് കുറച്ചും കൂടെ മുന്നോട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആനമതിൻ്റെ പണി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആനമതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടെടുത്ത കുഴിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ തന്നെ പണി നടക്കുന്നുണ്ട് കേട്ടോ. പ്രകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പഴയ ആനമതിലിൻ്റെ ഭാഗങ്ങൾ പൊളിച്ചിട്ടിരിക്കുന്ന രംഗം നമുക്ക് കാണാം. ആ കല്ലും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇതിൻ്റെ കുറച്ചും കൂടെ പണി കഴിഞ്ഞ ഒരു വർഷം കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലണം. നമ്മൾ നേരത്തെ കണ്ട ആ പ്രദേശത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ആനമതിലിൻ്റെ തൂണ് പണിയാനായിട്ട് കമ്പി കെട്ടിയിരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും കേട്ടോ. അവിടെ അത് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ പലക അടിച്ചിട്ടുമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം കോൺക്രീറ്റ് ചെയ്ത് മതിൽ നനച്ചിട്ടിരിക്കുന്നതും കാണാം കേട്ടോ. ഇവിടെയൊക്കെ ആളുകളുടെ വീടും പറമ്പുകളൊക്കെ ഉള്ളതാണ്. നമുക്ക് കശുമാന്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഫെൻസിങ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആനമതിൽ ഇതാണ് ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ. മുന്നോട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലും തോറും ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ്
തൂണിൻ്റെ പണി കഴിഞ്ഞ് ഇടയ്ക്കുള്ള കല്ലൊക്കെ പല സ്ഥലത്തും കെട്ടാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ആനമതിൽ പണി നടക്കുന്ന രംഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടൻ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഭാസ്കരൻ. എന്താണ് സ്ഥിതി ഇപ്പോൾ? സ്ഥിതി ആന ഭയങ്കര ശല്യമാണ്. എല്ലാ ദിവസവും വരുന്നുണ്ടല്ലേ? എല്ലാ ദിവസങ്ങളും. ഇപ്പൊ അടുപ്പിച്ച് തന്നെ ഒരാഴ്ച അടുപ്പിച്ച് ആന വരും. ഇപ്പം ഞാൻ 2 ദിവസം പായിച്ച് കയറ്റിയിട്ട് ആന ഇവിടെ തന്നെ നമ്മുടെ മേഖല ഇവിടെ തന്നെ തങ്ങുക. അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല. അവിടെ താളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഫോറസ്റ്റ് ആക്കിയിട്ട് അവർ അംഗീകരിച്ചിരിക്കുക. അപ്പം നമ്മളെ വീടൊന്നും അവർക്ക് ഒരു അംഗീകരണമല്ല. അപ്പോൾ അപ്പുറമുള്ള ആനയെ പായിച്ച് ഉടന്തോടുന്നുള്ള ഫാമിലി അപ്പുറം ഓടുന്നോടുള്ള ആനയെ പായിച്ച് കൊണ്ട് 2ാം ബ്ലോക്ക് 3ാം ബ്ലോക്കിൽ നിന്നുള്ള ആനയെ പായിച്ച് ഇപ്പോൾ 10ാം ബ്ലോക്ക് കയറ്റിയിട്ട് ഇവിടെ കോട്ടപ്പാറ എന്ന സ്ഥലത്ത് കയറ്റി നിർത്തിക്കുക. ഇപ്പുറത്തോട്ട് കിടന്നില്ല ആന? ആന ഇങ്ങോട്ട് കിടക്കല. എന്ന് വെച്ചാൽ അവിടെ പായിച്ച് അവിടെ എത്തുമ്പോൾ സന്ധ്യയാവും. പിന്നെ പാത്രന്മാരും ഫോറസ്റ്റുകാരും അവരും അടുത്തങ്ങ് പോകും. പിന്നെ അവിടെ നിന്ന് ആന തനിയെ ഇങ്ങോട്ട് കാട്ടി ഫോറസ്റ്റ് കയറിക്കോട്ടെ എന്നുള്ള ധാരണക്കാണ് അവർ എറിഞ്ഞു പോകുന്നത്. അവർ അങ്ങനെ എറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ആന ശല്യം കൂടുമ്പോൾ നമ്മൾ വിളിച്ചാൽ രാത്രിക്ക് പാഞ്ഞു വരും. രാത്രി 2 പടക്കം പിടിച്ചാൽ അവരങ്ങ് പോകും. ഇത് വീണ്ടും ആന പാമ്പിൽ തന്നെ ഇവിടെ കാട്ടിക്കയറ്റുകയല്ല. പണി തീർന്ന് മൊത്തം കഴിഞ്ഞ ഒരു സമാധാനം. പണി തീർന്നപ്പോൾ 2 വർഷം ആകുന്ന ഈ വർഷം കൊണ്ട് തീരുകയല്ല, അടുത്ത വർഷം കൊണ്ട് പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയൊക്കെ പറ്റുള്ളൂ. നേരോട്ടൊന്നും വണ്ടിയൊന്നും വാങ്ങണം. ഇപ്പൊ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ സ്പീഡിലാണ് പോകുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഇത് വൃത്തിയായിട്ടാണ്. സാധാരണ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. രീതി പോവുകയാണെങ്കിൽ നല്ല മധുരമായിട്ട് തന്നെ തീരും. താഴെ ആദ്യം പണിതൊക്കെ കുറച്ച് മോശമായിട്ടാണ്. ഇത് നല്ല ഡീസൻ്റായിട്ട് പോകുന്നുണ്ട്. സാധാരണ നല്ല 2 വർഷം കൊണ്ട്. അത് മാത്രമല്ല ഇപ്പം ആനയെ പായിച്ച് കാട്ടി കയറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ആന കാട്ടി നിൽക്കുമല്ലോ. ഈ മതിലും പൊട്ടിച്ച് ആ ഇടവഴി കൂടെ ആന കടിക്കറും. വീണ്ടും നമുക്ക് മനുഷ്യരുടെ ശല്യം തന്നെയാണ്. തൽക്കാലമായി ആന പായിക്കാണ്ട് ഫാമിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവിടെ ഉടന്തോട് ഭാഗത്ത് നിലനിർത്തിക്കൊണ്ട് അവിടെ കൂടെ കാടുണ്ട്. ആ കാട്ടിലേക്ക് നിർത്തിക്കൊണ്ട് അവിടെ ചുറ്റും നിർത്തുക. ഈ മതിൽ തീരുമ്പോൾ ഇങ്ങോട്ട് പായിച്ച് കയറ്റും. അല്ലാതെ അവിടെ നിന്ന് പായിച്ച് ഇങ്ങോട്ട് വിട്ടാൽ ഞങ്ങൾ 10-13 വീട്ടുകാരെ ഇവിടെ ഉള്ളൂ. ഇവിടെ ആരും പിന്നെ ഇല്ല. ഇവിടെ കുറേ വേഗം ഒഴിഞ്ഞു കിടക്കാം കാടാ. ആ കാട്ടിനകത്ത് വന്ന് ഇപ്പം പകുതി അവർ വയക്കി ഫാം DRMൻ്റെ ഓഫീസർമാർ വയക്കി വിട്ടിട്ട് ഞങ്ങളിപ്പോൾ 10-12 വീട്ടുകാർ താമസിക്കുന്ന അടുത്ത് മാത്രം വയക്കാണ്ട് അവർ വിട്ടുപോയി. അവിടെ നിന്ന് വായിച്ചു വന്ന ആന പത്രം ഇപ്പം തന്നെ പോയി നോക്കാൻ 3-4 കൂട്ടം. ഇപ്പോൾ ചത്തൻ്റെ കൂടുതൽ 5 ആന ഉണ്ടായിരുന്നു. ചത്തൻ്റെ കൂടുതൽ 5 ആന ഉണ്ടായിരുന്നു. അതിൽ ഒരാനിപ്പോൾ ചത്ത് ബാക്കി 4 ആന അവിടെ അവർ വായിച്ച് അവിടെ അടുത്ത് നിൽക്കുമ്പോൾ പടക്കം വേണ്ടി മേലെ കയറ്റിയിരിക്കാം. ഇപ്പോൾ സന്ധ്യ ആകുമ്പോൾ അവന് ഇപ്പോൾ ഇറങ്ങിക്കണം ആന അതിൽ. അവിടെ വണ്ടി വാഹനം കൊണ്ട് ആന ഇങ്ങോട്ട് വരികയില്ല. ആ വാഹനത്തിൽ പറമ്പ് ആന ഇറങ്ങി ഇവിടെ. അതിന് മുമ്പ് ഒരു ആന ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും തൊട്ടടുത്ത ആന ഇപ്പോൾ ഉണ്ട്. അതിപ്പോൾ സന്ധ്യ ഇങ്ങോട്ട് ഈ വണ്ടിയുടെ ഒച്ച കേട്ട് അവിടെ നിൽക്കാം. അപ്പോഴാണ് വണ്ടിയുടെ ഒച്ച. മേൻ്റെ കൂടെ വണ്ടി പോകുന്ന സ്ഥിരം പോകുമ്പോൾ ഒച്ച. മേലെ ഇപ്പോൾ ഈ വണ്ടിയുടെ ആനയത്തന്നെ അങ്ങോട്ട് പോകുന്ന വണ്ടിയുടെ ഒച്ച ആൾക്കാരുടെ ജനങ്ങളായിട്ട് ആന അനങ്ങാണ്ടിരിക്കുക. രാവിലെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം അതിപ്പോൾ ഈ വണ്ടി പണിക്കാരെ നിർത്തിയാൽ പോകുമ്പോൾ കൂട്ടത്തിലെല്ലാം പിടിയാനേയും എല്ലാം കൊമ്പ. അത് 1-2 പിടിയാനേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊമ്പനാ. കൊമ്പനൊക്കെ മാറി ഒളിച്ചിങ്ങനെ ഇരിക്കുക. 1-2 ആന ഇങ്ങനെ കാട്ടിന ഈ കാട്ടിനകത്ത് കയറിയിട്ടുള്ളൂ. മിനിഞ്ഞാന്ന് കയറിയതാ. അതുകൊണ്ട് അതിലെ ചാടി കയറിയപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ആൾക്കാർ പണിയെടുക്കുമ്പോ അവർക്കും ബുദ്ധിമുട്ട്. അവർക്കും ബുദ്ധിമുട്ടാ. അപ്പൊ അവര് ഇന്നലെ ഈ സമയമാകുമ്പോൾ ആന ഇവിടെ വന്നായിരുന്നു. ഇവിടെ ഈ മരം നിൽക്കുന്ന ഇതിന്റെ ചോട്ടില്. എന്നിട്ട് ഈ പണിക്കാരൊക്കെ ഓടിച്ചെന്ന് ഇവിടെ കണ്ടു ഒച്ചയപ്പോ എന്നെ കരുപ്പി. ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടി വന്ന 3 അവരോട് ചോദിച്ചു 2-2:30 അവർ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോൾ അടുത്ത് വരും. ഏത് സമയത്തും വരും. ആന എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ സമയം ആൾക്കാർ ചെറിയ ഒച്ച കയറിഞ്ഞ അന്നേരം അവര് ഇതെല്ലാം ഇങ്ങനെ പഴക്കം ചുറ്റിക്കാളു. അങ്ങോട്ട് ഉള്ളിലോട്ട് കാടില്ലല്ലോ. ഫോറസ്റ്റ് തന്നെ അധികം ദൂരം കാടില്ലത്. ഇവിടുന്ന് 2 മിനിറ്റ് നടന്ന കേളത്തെത്തി. ഇതിന്റെ ഇടവഴിക്ക് 2 വന്നു. ഇവിടെ കുറച്ച് കാട് ഇങ്ങനെ ഉള്ളിലുള്ളൂ. കാട് ഉള്ളിൽ അങ്ങോട്ട് മേലോട്ട് ഇതൊന്നും കാടില്ല. അപ്പൊ ആന മൊത്തം ഇവിടെ തങ്ങുന്നത്. അവിടുന്ന് പെട്ടെന്ന് ആന ഇങ്ങോട്ട് മാറും. മേലെ നിന്ന് പായിച്ചു വിട്ടാൽ ആന ഇവിടെ നിൽക്കും. അവരെ ഫോറസ്റ്റുകാരുടെ ധാരണ അവിടെ നിന്ന് പായിച്ചാൽ അങ്ങ് കാട്ടിൽ കയറുന്നുള്ള. പക്ഷെ കയറിയാൽ അതിനെക്കാട്ടി ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ഫെൻസിങ് ഇട്ടത്. നമുക്ക് ഈ ഫെൻസിങ് റോഡിൽ കൂടെ മുറിച്ചിട്ടിട്ട് മേലെ കൂടെ ഇട്ടു. അങ്ങ് ആന പായിച്ച് ഈ സെന്ററിൽ ഇവിടെ വന്ന് വാങ്ങുന്നത്. ഫെൻസിങ് പൊളിച്ചിട്ട് താഴോട്ട് പോകത്തില്ല. അവിടെ നിന്ന് അങ്ങോട്ടും പോകത്തില്ല. ഇങ്ങോട്ട് പുറത്തോട്ട് കിടക്കല. ഇതിന്റെ ഉള്ളിലേക്ക് ഇതിപ്പോ ഇതാ മിനിഞ്ഞാന്ന് വന്ന് 2 കറണ്ട് അവര് പിടിച്ചു നോക്കും. കറണ്ട് ഉണ്ടെങ്കിൽ അന്നേരം അവിടെ നിൽക്കും. എന്നിട്ട് നമ്മള് വീടിന്റെ പരിസരത്തൊക്കെ വരിക. ഇത് ഒന്നാമത് അങ്ങനെ കുഴപ്പമായിരിക്കും. പണി തീർന്നിട്ട് നമുക്കൊരു രാത്രിയാണെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു പോകി പടക്കൊക്കെ പിടിച്ചിട്ട് പണിക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ പോകുന്നത്. ഞായറാഴ്ച വിളിച്ചൊരു 6 മണിയാകുമ്പോൾ അവർ വന്നാലുണ്ട്. അല്ലെങ്കിൽ പിന്നെ നോക്കി ചെല്ലാൻ പറയും അവര്. നമ്മളിപ്പോ ഇത്ര ആയതുകൊണ്ട് നോക്കി പോകും. എന്നാലും ആന കാട്ടിൽ നിന്ന് ഇത്ര അടുത്തല്ലേ. കാട്ടിൽ നിന്ന് കരുവെന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സ്ഥിതിയിലുള്ള എന്തായാലും
അതിലൊന്ന് തീർന്നു കിട്ടിയാൽ നമുക്ക് ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ആനമതിലിൻ്റെ പണി ഇവിടെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം പഴയ ആനമതിൽ അതിൻ്റെ പുറകെ കാണാം, പുതിയത് ഇവിടെ കാണാം. ഏതായാലും പണി ഇത്രയൊക്കെ ആയിട്ടോ. പല സ്ഥലത്തും ഇതിൻ്റെ ഇടഭാഗത്തുള്ള ഗ്യാപ്പൊക്കെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ പണി തീർന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ ആശ്വാസമാവും. ഏതായാലും ഇതാണ് നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. ആ ഒരു പിടിയാന ചത്ത് കിടക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. ഇന്ന് രാവിലെ വരെ ആ ഒരു പിടിയാന ജീവനോടുകൂടി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറഞ്ഞപ്പോൾ മനസ്സിലായത്. അവർ നേരിട്ട് കണ്ടിരുന്നു. അവർ നോക്കി നിൽക്കെ തന്നെ ഒരു 1-2 മണിക്കൂർ എടുത്താണ് ആന ചെരിഞ്ഞത്. ഏതായാലും ആനകൾ ഒത്തിരി അധികം ഇപ്പോൾ ഈ ആർളം ഫാമിലുണ്ട്. ഇപ്പോൾ എലഫൻറ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആനകളെ തുരത്തുന്നുമുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു ആന ചത്തുപോയത്. 1 മാസം മുന്നേ ഒരു പിടിയാന അപ്പുറയും ചത്തുപോയിരുന്നു. അപ്പോൾ ഏതായാലും കാട്ടാനശല്യം അതിരൂക്ഷമായിട്ട് തന്നെ ആർളം പ്രദേശത്ത് തുടരുകയാണ്. ഏതായാലും ഈ ഒരു പിടിയാനയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചില്ല. 15 വയസ്സിന് മുകളിലുണ്ടാവും എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ ആനമതിലിൻ്റെ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. ആനമതിലിൻ്റെ പ്രവർത്തികൾ, അതിൻ്റെ പണികൾ പുരോഗമിക്കുന്നതിൻ്റെ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു. അവർക്കും ഈ ആനമതിലിൻ്റെ പണിയൊന്ന് പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രയധികം ബുദ്ധിമുട്ടിയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.